ബലൂചിസ്ഥാനിലെ ലോറയിൽ നിന്നുള്ള ഒരു ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അതൊരു കടയുടേതാണ്. അതായത് വിഭജനത്തിന് മുൻപ് അവിടെ താമസിച്ചിരുന്ന ഒരു ഹിന്ദു കുടുംബം ആ കട പൂട്ടി അതിൻ്റെ താക്കോൽ അയൽക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് വിഭജനത്തിൻ്റെ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നു. ആ ഇന്ത്യക്കാരൻ തിരിച്ചു വന്ന് ആ കട ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആ നാട് കാത്തിരിക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ സന്ദേശം. അതെത്രമാത്രം സത്യമാണെന്നറിയില്ല, പക്ഷേ അത് വൈകാരികമാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ട്രെൻഡിംഗ് ആയി മാറുന്നു. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു സ്വതന്ത്ര ഭൂപടം പുറത്തു വരുന്നു. ബലൂചിസ്ഥാൻ പതാക വീശുന്ന ആളുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവിടുത്തെ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മിർ യാർ ബലൂച്ച് ഇപ്പോൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുന്നു. UN അംഗങ്ങൾ ഒരു പ്രത്യേക യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം. ഐക്യരാഷ്ട്രസഭയോട് അദ്ദേഹം കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കറൻസിയും പാസ്പോർട്ടും അച്ചടിക്കാൻ തങ്ങളെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അവർ മുന്നോട്ട് വയ്ക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട നരേന്ദ്രമോദി, താങ്കൾ ഒറ്റയ്ക്കല്ല, ബലൂച്ച് ദേശസ്നേഹികളുടെ പിന്തുണ താങ്കൾക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് അവിടെ എക്സിൽ വരുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ കമാൻഡർ അസ്ലം ബലോച്ചിൻ്റെ ഓർമ്മകൾ കൂടി അവർ ഇന്ന് പങ്കുവയ്ക്കുന്നു. അസ്ലം ബലോച്ച് അവരുടെ ഒരു നേതാവായിരുന്നു. അസ്ലം ബലോച്ച് ഉയർത്തിയ ആ സ്വപ്നം ഇന്ന് നാട് യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. 1975 അസ്ലം ബലോച്ച് ജനിക്കുന്നത്. അച്ചു എന്നാണ് നാട് അയാളെ വിളിച്ചത്. ചാവേർ സ്ക്വാഡായ മജീദ് ബ്രിഗേഡിൻ്റെ ശില്പി, ബലൂച്ച് കലാപത്തിൻ്റെ പ്രധാന ശില്പി. ബലൂച്ച് ദേശീയതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പതിറ്റാണ്ടുകൾ സായുധ പോരാട്ടം നടത്തി. മരണസമയത്ത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. കണ്ടഹാറിൽ വെച്ചാണ് ഒരു ചാവേർ ആക്രമണത്തിൽ അസ്ലം ബലോച്ച് കൊല്ലപ്പെടുന്നത്. അത് 2018 ക്രിസ്മസ് ദിനത്തിലായിരുന്നു. ചാവേർ ബോംബാക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അസ്ലം ബലോച്ചിൻ്റെ സ്വപ്നങ്ങൾ മണ്ണടിഞ്ഞു എന്ന് കരുതിയവർക്ക് തെറ്റി. ആ സ്വപ്നങ്ങൾ ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. 1990കളുടെ മധ്യത്തിലാണ് സായുധ കലാപത്തിലേക്ക് ബലൂചിസ്ഥാൻ നീങ്ങുന്നത്. 70 മുതൽ അവിടെ ബലൂചിസ്ഥാന് വേണ്ടിയുള്ള പോരാട്ടമുണ്ടായിരുന്നു. പക്ഷേ BLA പുനരുജ്ജീവിപ്പിക്കുകയും ശക്തമാക്കുകയും ചെയ്ത ദേശീയവാദി അസ്ലം ബലോച്ച് ആയിരുന്നു. 1995 ആയപ്പോഴേക്കും ബലൂചിസ്ഥാനിലുടനീളം BLAയുടെ ഭൂഗർഭ ശൃംഖല പുനഃസംഘടിപ്പിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു. 2000 BLAയുടെ ഔപചാരികമായ കലാപത്തിൻ്റെ പുതിയ ഘട്ടം ആരംഭിച്ചു. അസ്ലം ബലോച്ച് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ബലൂചിസ്ഥാനിലെ ബോലാൻ പ്രദേശത്ത് BLAയുടെ ആദ്യത്തെ ഗറില്ല ക്യാമ്പിന് തുടക്കമായി. പിന്നീട് ബലൂജിൽ പാകിസ്ഥാൻ നടത്തിയ സൈനിക നടപടികൾ കൂടുതൽ ദുഷ്കരമായി. പ്രത്യേകിച്ച് 2006 നവാബ് അക്തർ ബുക്തി കൊല്ലപ്പെട്ടതിന് ശേഷം അസ്ലം ബലോച്ച് ഗറില്ല യുദ്ധമുറകളുമായി രംഗത്തിറങ്ങി. 2006 അവർ കടുത്ത സമ്മർദ്ദം നേരിട്ടു. പക്ഷേ അവർ പുറകോട്ട് പോയില്ല. ബലൂച്ച് വിമതർ അഫ്ഗാനിസ്ഥാനിലെ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചു. പോരാട്ടം തുടർന്നു. 2010 തുടക്കത്തിൽ അസ്ലം BLAയിലെ ഒരു പ്രധാന കമാൻഡറായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു പ്രത്യേക വിഭാഗവും രൂപീകരിച്ചു. അതോടെ സംഘടന കൂടുതൽ പരസ്യമായി രംഗത്ത് അവരുടെ നടപടികൾ ആരംഭിച്ചു. 2010 രൂപീകരിച്ചതാണ് മജീദ് ബ്രിഗേഡ്. അത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ സംഘമാണ്. ഈ യൂണിറ്റിൻ്റെ തലവനായിരുന്നു അസ്ലം. 2018 മരിക്കുന്നതുവരെ അസ്ലം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 2018 നവംബറിൽ കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ സൂത്രധാരൻ അസ്ലമായിരുന്നു. സഹസൈനികർ അദ്ദേഹത്തെ ജനറൽ എന്ന് വിളിച്ചു. അതൊരു ഓണററി പദവിയായിരുന്നു. കൂടാതെ യുവ പോരാളികളെ പരിശീലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഉസ്താദ് എന്നും അറിയപ്പെട്ടു. പ്രവിശ്യ സർക്കാർ അയാളുടെ തലയ്ക്ക് 5 മില്യൺ രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. സുരക്ഷിത താവളങ്ങളിൽ മാറി പിടികൊടുക്കാതെ അസ്ലം ബലോച്ച് മുന്നേറി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ചുട്ടുചാമ്പലായി എന്ന് വിചാരിച്ച ആ ആശയം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലോകം ബലൂചിസ്ഥാനെ ശ്രദ്ധിച്ചു. അവരുടെ ശബ്ദം കേട്ടു. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളം ഉയരുകയാണ്. അസ്ലം ബലോച്ചിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്.
വിഭജനത്തിൻ്റെ കാലത്ത് ഒരു കട തന്നെ ഏൽപ്പിച്ചു പോയ ആ ഹൈന്ദവ കുടുംബം മടങ്ങി വരുമെന്ന് ബലൂചിസ്ഥാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അത് സാധ്യമായേക്കും എന്ന് ഇന്ന് നമുക്ക് വിശ്വസിക്കാം.